إن الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه والصلاة والسلام على رسوله الكريم وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ അൽ മാഇദ 50-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് എന്ന് നമ്മൾ പഠിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫഹുക്മൽ ജാഹിലിയ്യതി യബ്ഗൂൻ ومن أحسن من الله حكما لقوم يوقنون. يا أيها الذين آمنوا لا تتخذوا اليهود والنصارى أولياء بعضهم أولياء بعض ومن يتولهم منكم فإنه منهم إن الله لا يهدي القوم الظالمين. فترى الذين في قلوبهم مرض يسارعون فيهم يقولون نخشى أن تصيبنا دائرة فعسى الله أن يأتي بالفتح أو أمر من عنده فيصبحوا على ما أسروا في أنفسهم نادمين. ويقول الذين آمنوا أهؤلاء الذين أقسموا بالله جهد أيمانهم إنهم لمعكم حبطت أعمالهم فأصبحوا خاسرين. കഴിഞ്ഞ ക്ലാസ്സിൽ ഓരോ സമുദായങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ചാണ് വിധി കൽപ്പിക്കേണ്ടത് എന്ന പാഠഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അഹ്ലുൽ ഇഞ്ചീലിനനുസരിച്ച്, അഹ്ലുൽ തൗറാത്തിനനുസരിച്ച്, അങ്ങനെ ഓരോ വിഭാഗങ്ങളും അവർക്ക് അവതീർണമായ വേദപുസ്തകത്തിലെ നിയമങ്ങളാണ് നടപ്പിലാക്കേണ്ടത്. അതാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശമെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അതിന് വിരുദ്ധമായി ജൂത സമൂഹത്തിൽ ചില ആളുകൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്കുണ്ടായ ഒരു പ്രശ്നത്തിന് വിധി പറയണമെന്ന് പറഞ്ഞ് സമീപിച്ചപ്പോൾ അത് സാധ്യമല്ലെന്ന് പറഞ്ഞ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മടക്കി അയക്കുകയും അവരുടെ ഈ മനോഗതി അത് ഗുണകരമല്ലെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ അവതീർണമാവുകയും ചെയ്തു. അതാണ് അഫഹുക്മൽ ജാഹിലിയ്യത്തി യബ്ഗൂൻ. ജാഹിലിയ കാലത്തിലെ വിധി തന്നെയാണോ നബിയെ അവർ വീണ്ടും ആവശ്യപ്പെടുന്നത്, അവർ തേടുന്നത്? യബ്ഗൂന എന്ന് പറഞ്ഞാൽ അവർ തേടി, അവർ ആവശ്യപ്പെട്ടു, ആഗ്രഹിച്ചു എന്നൊക്കെയാണ്. ജാഹിലിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ മുമ്പുള്ള കാലം. അപ്പോൾ അനിസ്ലാമിക മാർഗത്തിൽ അവർ പുലർത്തിയിരുന്ന വിധികളെയും നിയമങ്ങളെയും തന്നെയാണോ ഇനിയും ഇസ്ലാം വന്നതിനു ശേഷവും അവർ ആഗ്രഹിക്കുന്നത്? അതാണ് അഫഹുക്മൽ ജാഹിലിയ്യ യബ്ഗൂൻ. അഫഹുക്മൽ ജാഹിലിയ്യത്തി യബ്ഗൂൻ. ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇസ്ലാമിൽ നീതിയാണെങ്കിൽ ജാഹിലിയത്തിൽ എന്തായിരുന്നു? അനീതി. ഇസ്ലാമിൽ സത്യസന്ധമായ നിലപാടാണ് സ്വീകരിക്കേണ്ടതെങ്കിൽ ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ കയ്യൊക്കുള്ളവൻ കാര്യക്കാരനാകുന്ന രീതിയായിരുന്നു സ്വീകരിച്ചത്. എല്ലാവിധ അന്ധവിശ്വാസങ്ങളും ആചാര വൈകൃതങ്ങളും
വിശ്വാസതലത്തിലും അനുഷ്ഠാനതലത്തിലും നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയായിരുന്നു ജാഹിലിയത്തിലുണ്ടായിരുന്നത്. ആ ഇരുട്ടിനെയൊക്കെ നീക്കിക്കൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചവുമായി ആ സമൂഹത്തിലേക്ക് കടന്നു വന്നത്. ഇനിയും നിങ്ങൾ അതുതന്നെയാണോ ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. വിധി നടപ്പാക്കുമ്പോൾ ജാഹിലിയ നിയമം എന്ന് പറഞ്ഞാൽ അന്ന് കേമന്മാരായ യോഗ്യന്മാരായ ശ്രേഷ്ഠന്മാരായ ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരുടെ ശിക്ഷയിൽ എന്തുണ്ടാകും? ഇളവ് അനുവദിച്ചു കൊടുക്കും. എന്നാൽ ദുർബലരായ പാവങ്ങളായ ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ കൃത്യമായിട്ട് വേദം നിയമം ഇതാണ് എന്ന് പറഞ്ഞിട്ട് ശിക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇസ്ലാമും ജാഹിലിയത്തും തമ്മിലുള്ള വ്യത്യാസം എല്ലാ രംഗത്തും. അപ്പോൾ അത് തന്നെ നിലനിൽക്കണം എന്നാണോ ഇനിയും നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അഫ ഹുക്കുമൽ ജാഹിലിയത്തി യബ്ഗൂൻ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ജാഹിലിയത്ത് നമ്മൾ കുറേ മനസ്സിലാക്കണം. അപ്പോൾ ഇസ്ലാമിൻ്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ എന്തും കൂടി വേണം? ഇസ്ലാമിൻ്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥ ജാഹിലിയ മനസ്സിലാക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, ഇന്നമാ തൻഖുദു ഉറൽ ഇസ്ലാമി ഉർവത്തൻ ഉർവത്തൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ. ജാഹിലിയാത്ത് എന്താണെന്ന് അറിയാത്തൊരാൾ ഇസ്ലാമിൽ ഇങ്ങനെ ഉണ്ടാവുകയാണ് എങ്കിൽ അയാളുടെ ഇസ്ലാമിൻ്റെ അഴികൾ ഓരോന്നായി ഓരോന്നായി ഇങ്ങനെ എന്ത് ചെയ്യും? അതിൻ്റെ പിരി അഴിഞ്ഞു പോകും. ഭദ്രമായ ഇസ്ലാമിൻ്റെ ഓരോ പിരികൾ ഇങ്ങനെ അഴികളായി അഴികളായി അഴിഞ്ഞു പോകും. എന്ത് സംഭവിക്കുകയാണെങ്കിൽ ജാഹിലിയത്തും കൂടി മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് സുന്നത്തായ കാര്യങ്ങൾ നമ്മളിങ്ങനെ നടപ്പിലാക്കും. അതിൻ്റെ മഹത്വം അത് പ്രാധാന്യവും അറിയണമെങ്കിൽ എന്ത് വേണം? ബിദ്അത്തായ കാര്യങ്ങളുടെ ഗൗരവം കൂടി നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. സമൂഹത്തിൽ ഒരുപാട് ബിദ്അത്തുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ബിദ്അത്ത്? എന്തുകൊണ്ടത് ബിദ്അത്തായി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് സുന്നത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ മനുഷ്യൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ചെയ്യേണ്ട എല്ലാ കാര്യവും കൃത്യമായി ആരെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് ജനിച്ചു എന്നതൊരു സന്തോഷമല്ലേ? ആ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കണം എന്നാണ്. എന്നിട്ട് പിന്നെ എന്തൊക്കെ ചെയ്യണം? ആ കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞിന് ആദ്യമായി മധുരം കൊടുക്കണം. കാരണം ആദ്യമായി മുലപ്പാലാണ് കൊടുക്കേണ്ടത്. മുലപ്പാൽ കൊടുക്കാൻ ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് അവന് മുല കുടിക്കണമെങ്കിൽ, മുലപ്പാൽ നുകരണമെങ്കിൽ അവൻ്റെ ചുണ്ടിന് നേരത്തെ ഒരു എക്സസൈസ് കിട്ടണം. അതിനു വേണ്ടിയാണ് ആദ്യം പുരട്ടി കൊടുക്കുന്നത് മധുരം. റസൂലിൻ്റെ അരികിലും ഒരു കുഞ്ഞിനെ, കൈക്കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ റസൂൽ ഒരു ഈത്തപ്പഴം കൊണ്ടുവരാൻ പറഞ്ഞു. ഈത്തപ്പഴം ഇങ്ങനെ ചവച്ചിട്ട് ചുണ്ടിൽ പുരട്ടി കൊടുത്തു മധുരം. അതുവരെ എന്ത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മരിച്ച് അവസാനം ഖബറിൽ വെക്കുന്നതും അതിനുശേഷം ചെയ്യേണ്ട കർമ്മങ്ങളും, പിന്നെ 3 പിടി മണ്ണ് വാരിയിട്ട് തസ്ബീഹ് ചൊല്ലുന്ന കാര്യങ്ങൾ വരെ, പ്രാർത്ഥിക്കുന്ന, പിന്നെ അയാൾ യാത്രയൊക്കെയാണ്. നമ്മളെ കൂടെ ജീവിച്ച ഒരാൾ മരിച്ചു പോയാൽ അയാൾ മാന്യമായി തന്നെ എന്ത് ചെയ്യണം? യാത്രയേക്കാം. അയാളുടെ ഈ യാത്രയപ്പിൻ്റെ ജനാസ സംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിപ്പിച്ചു. അതിലൊക്കെ എത്ര വിദഗ്ധകളാണ് വന്നുകൂടുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ വിദഗ്ധകൾ എന്താണ് എന്നും കൂടി എന്ത് ചെയ്യണം? ഒരാൾക്ക് അറിയുമ്പോൾ സുന്നത്തിൻ്റെ മഹത്വം ഇതാ. ജാഹിലിയത്തിനെ കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ അറിയണം. അപ്പോഴാണ് ഇസ്ലാമിൻ്റെ മഹത്വം കൂടി നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. ഇനിയും നിങ്ങൾ പിന്നോട്ട് തന്നെ പോകുകയാണെന്നോ? അഫഹുക്കുമൽ ജാഹിലിയത്തി യബ്ഗൂൻ വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യഅലമൂൻ യുഖിനൂൻ. വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മ. അല്ലാഹുവിനേക്കാൾ ന്യായത്തോടുകൂടി നീതിയോടുകൂടി വിധി കൽപ്പിക്കുന്ന ഒരാൾ പിന്നെ വേറെ ആരാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ. അതാർക്ക് വേണ്ടിയാണ്? ലി ഖൗമിൻ യൂഖിനൂൻ. യൂഖിൻ ഐഖന, യൂഖിനു, മൂഖിൻ എന്ന് പറഞ്ഞാൽ ദൃഢമായി വിശ്വസിച്ചു. മൂഖിനു എന്ന് പറഞ്ഞാൽ ദൃഢവിശ്വാസികളായ ആളുകളാണ്.
മുഖിനൂൻ ലിഖൗമിൻ യുഖിനൂൻ. അപ്പോൾ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനേക്കാൾ നല്ല ഒരു വിധികർത്താവ് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആ സൂറത്ത് തീനിന്റെ അവസാനം ചോദിക്കുന്നില്ലേ, അലൈസല്ലാഹു ബി അഹ്കമിൽ ഹകീമീൻ. ഏറ്റവും നല്ല വിധികർത്താവായി ആരുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള നിയമങ്ങൾ ഏറ്റവും ന്യായപൂർണമാണ്, യുക്തിഭദ്രമാണ്. അത് നീതിയോടുകൂടി നിങ്ങൾ നടപ്പിലാക്കുകയാണ് വേണ്ടത്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ശിക്ഷാ നടപടികളാണെങ്കിലും നേരത്തെ നമ്മൾ പഠിച്ചല്ലോ, അസ്സാരിഖ് വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമ, അല്ലേ? മോഷ്ടിച്ച സ്ത്രീയെയും പുരുഷനെയും അവരുടെ ശിക്ഷ എന്താണ്? അവരുടെ കൈ മുറിച്ച് കളയണം. അതാണ് ഇസ്ലാമിൻ്റെ ശിക്ഷ. മോഷണം അതൊരിക്കലും നല്ലൊരു സ്വഭാവമല്ല. എല്ലാവരുടെയും സ്വത്തിനും സമ്പത്തിനും എന്ത് വേണം? സുരക്ഷിതത്വം വേണം, ജീവന് വേണം, സമ്പത്തിന് വേണം, അഭിമാനത്തിന് വേണം. ഈ 3 കാര്യങ്ങളും ഇസ്ലാം വളരെ പ്രധാനമായി കാണുകയാണ് എല്ലാവരും. മനുഷ്യൻ്റെ ജീവൻ, സമ്പത്ത്, അഭിമാനം. അത് എത്രത്തോളം ഹജ്ജിൻ്റെ വേളയിൽ റസൂൽ പറഞ്ഞതാണ്. ദുൽഹജ്ജ് മാസത്തിൻ്റെ പവിത്രത പോലെ, ആ ദിവസത്തിൻ്റെ പവിത്രത പോലെ ഹജ്ജ് കാലങ്ങൾ, ഹജ്ജ് സമയങ്ങൾ. നബി അന്ന് പ്രസംഗിച്ചത് എന്നാണ്? അറഫയിൽ വെച്ചുള്ള പ്രസംഗത്തിലാണ് പറയുന്നത്. ആ ദിനത്തിൻ്റെ പരിപാവനത പോലെ പവിത്രമാണ് നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ അഭിമാനം. അപ്പോൾ അതാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ. അപ്പോൾ നോക്കൂ, വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യുഖിനൂൻ. അതല്ല അഹദ അഹ്സനു ഹുക്മൻ മിൻ ഹുക്മില്ലാഹി ലിഖൗമി യുഖിനൂൻ എന്നർത്ഥം. അള്ളാഹുവിൻ്റെ ദീനിനേക്കാൾ, അള്ളാഹുവിൻ്റെ വിധിയേക്കാൾ ദൃഢവിശ്വാസികളായ ആൾക്ക് ഒരു ദീനും ഒരു വിധിയും ഒരു മാർഗവും ഇസ്ലാമിനേക്കാൾ ഒരിക്കലും ജാഹിലിയത്ത് അവർ തിരഞ്ഞെടുക്കുകയില്ല, അതിൻ്റെ പിന്നാലെ അവർ പോവുകയില്ല എന്നാണ് അതിൻ്റെ സാരാംശം. ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും കാര്യത്തിന് മുമ്പ് നമ്മൾ പറഞ്ഞു, അല്ലേ? ഇനി അവരുമായുള്ള നമ്മുടെ സമീപനങ്ങൾ ഏത് വിധത്തിലായിരിക്കണം എന്നാണ് തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവർ ഒരു മതവിഭാഗമാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ ഇഞ്ചീൽ, അതിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് അവർ ക്രിസ്ത്യാനികൾ. അവർക്ക് അവരുടേതായ മതവും അവരുടേതായ വിശ്വാസവും അനുഷ്ഠാന രീതികളുണ്ട്. ജൂതന്മാർക്കും അതേപോലെ അവരുടേതായ വിശ്വാസവും അനുഷ്ഠാന രീതികളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്. ലികുല്ലിൻ ജഅൽനാ മിൻഹത്തൻ ശിർഅത്തൻ വ മിൻഹാജൻ, നമ്മൾ പറഞ്ഞല്ലോ, ശരീഅത്തും മിൻഹാജും എല്ലാവർക്കും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഇനി അല്ലാഹു പറയുന്നത് നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറാ ഔലിയാ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഒരിക്കലും ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവർ നിങ്ങളുടെ ആത്മമിത്രങ്ങളല്ല. എന്നാൽ വിശ്വാസികളാണെങ്കിലോ അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. വിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം എന്താണ്? ആത്മമിത്രങ്ങളാണ്. ഈമാനിൻ്റെ മേലുള്ള ആദർശബന്ധമാണ് അവർക്കുള്ളത്. ആത്മമിത്രങ്ങളായതിനാൽ അവർ ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നന്മ അവർ പ്രചരിപ്പിക്കണം, അതവർ കൽപ്പിക്കണം, നിർദ്ദേശിക്കണം. തിന്മയെ അവർ വിലക്കുകയും വിരോധിക്കുകയും അതിനെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണം. അന്യോന്യം വിശ്വാസികൾ അന്യോന്യം ചെയ്യേണ്ടതാണ്, വിശ്വാസികളും വിശ്വാസിനികളും എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. എന്നാൽ ഇത് ഇവരോ, അവർ ലാ തത്തഖിദു അൽ യഹൂദ വന്നസ്വാറ ഔലിയാ ബഅ്ദുഹും ഔലിയാ ബഅദ്. അവർ തമ്മിൽ ആരാണ്? ആത്മമിത്രങ്ങളാണ്. അത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ആത്മമിത്രങ്ങളാണ്. ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹും ആത്മമിത്രങ്ങളാണ്. അത് കാണില്ല. അത് അന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്, എന്നും അങ്ങനെ തന്നെയാവും. അപ്പം അവരുമായി നിങ്ങൾ മൈത്രീ ബന്ധത്തിന് പോകരുത് എന്നാണ് പറയുന്നത്. മൈത്രി ബന്ധത്തിന് പോകുന്നത് നിഫാക്കാണെന്നാണ് പറയുന്നത്. ഓരില്ലാതെ നമ്മളെ കഴിച്ചില്ലാട്ടോ, നമ്മളെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഓലെന്നെ വേണം.
എന്നിട്ട് നമ്മളെല്ലാം ഓല അടിയിൽ കൊണ്ടുപോയി പണയം വെക്കുന്ന അവസ്ഥ ഉണ്ട്. പഠിച്ചവൻ്റെ കൽപ്പനക്കെതിരാണ് ഇത്. നമ്മൾ പ്രവർത്തിക്കുന്നോ നമുക്ക് ഇസ്സത്ത് കിട്ടുമോ? ഇല്ല. അവിടെയാണെങ്കിൽ പരീക്ഷണങ്ങൾ വരിക, പരാജയങ്ങൾ വരിക. എന്നിട്ട് അവിടുന്ന് ദ്വാരന്നിട്ട് കാര്യമില്ല. റബ്ബനാ ലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി, ഞങ്ങൾക്ക് താങ്ങാനാകാത്ത ഭാരം ഞങ്ങളുടെ തലയിൽ നീ വെച്ച് തരരുതേ റബ്ബേ. ആരാ ഭാരം തലയിൽ കയറ്റി വെച്ചു? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമ്മൾ വലിച്ചെറിയുകയാണെങ്കിൽ അതന്നെ വലിയ ഭാരമായില്ലേ നമുക്ക്. അതാണ് പറയുന്നത്. ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ, സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥ. മുസ്ലിം സമൂഹത്തിൻ്റെ തന്നെ, മുസ്ലിം രാജ്യങ്ങളുടെ തന്നെ പഠിച്ചോൻ പറഞ്ഞെടുത്ത് നിന്നാൽ അള്ളാഹിൻ്റെ രക്ഷ ഉണ്ടാവും. അത് ഒഴിവാക്കിയാലോ എപ്പോഴും പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഒരു സുഖം ഉണ്ടാവില്ല മനസ്സിന് സുഖം ഉണ്ടാവും. ഇവിടെ പറയുന്നത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറാ ഔലിയാ. സത്യവിശ്വാസികളെ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ ആത്മമിത്രങ്ങളായി ഒരിക്കലും സ്വീകരിക്കരുത്. നിങ്ങളുടെ എല്ലാ സംഗതി അവർക്ക്, എല്ലാ രഹസ്യം അവരറിയാം. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ആത്മമിത്രം. നേരെ മറിച്ച് മനുഷ്യർ എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാം? നമ്മളിപ്പോൾ ഇവിടെ ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ. ഇവിടെയുള്ള നീ ജൂതമതക്കാരനായാലും ക്രിസ്തീയ മതക്കാരനായാലും ഹൈന്ദവനായാലും വേറെ ഏത് മതവിഭാഗക്കാരനായാലും നിരീശ്വരവാദിയാണെങ്കിലും ദൈവനിഷേധിയാണെങ്കിലും ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അയാളുമായി നമ്മൾ എങ്ങനെയൊക്കെ സാഹസിക്കണമെന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് ഖുർആൻ. ആ രീതിയിലൊക്കെയുള്ള സഹവർത്തിത്വവും സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ എന്ത് ചെയ്യണം? എല്ലാവർക്കും നമ്മൾ കൊടുക്കണം. നമ്മളെല്ലാ രഹസ്യവും ചോർത്തി കൊടുക്കുന്ന അല്ലെങ്കിൽ അറിയുന്ന ഇതാണ് ആത്മമിത്രം എന്ന് പറഞ്ഞാൽ. ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ജഗരി ദോസ്ത്. അതാണ് ഈ വലിയ ആത്മമിത്രം. മൂപ്പരുടെ എല്ലാം എനിക്കറിയാം. മൂപ്പര് ഏത് സമയത്ത് എണീക്കുന്നു, എപ്പോൾ ഉറങ്ങുന്നു, അയാൾ ഉറക്കത്തിൽ കൂർക്കം വലിക്കുമല്ലേ എന്നുള്ളത് വരെ എനിക്ക്. ഇതാണ് സംഗതി. എല്ലാ പൾസും അറിയുന്ന അവസ്ഥ ഒരിക്കലും ഇവർ തമ്മിൽ ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങൾ തമ്മിലായിക്കോളി. കാരണം എന്താ? മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ തിരുദൂതനാകുന്നു. എന്നാൽ വല്ലദീന മഅഹു, റസൂലിൻ്റെ കൂടെ വിശ്വസിച്ച ആളുകളുടെ അവസ്ഥ എന്താണ്? അശിദ്ദാഉ അലൽ കുഫാർ, ദൈവനിഷേധികളോട് അവിശ്വാസികളോട് അവർ കർശന നിലപാട് സ്വീകരിക്കുന്നവരാകും. എന്നാൽ റുഹമാഉ ബൈനഹും, പരസ്പരം അവർ കാരുണ്യം വെച്ച് പുലർത്തുന്നവരാകുന്നു. അതാണ് വേണ്ടത്. ഒരു കൃത്യമാണ് കാര്യം നമ്മുടെ സമീപനം. അതാണ് പറയുന്നത് അല്ലാഹു ബഅദുഹും ഔലിയാഉ ബഅദ്. ഇത് പലയിടങ്ങളിലായിട്ട് ഖുർആൻ ഈ സംഗതി പറഞ്ഞു തന്നിട്ട്. അള്ളാഹ് പറയാനല്ലോ, അള്ളാഹ് മനുഷ്യൻ്റെ മനസ്സറിയുന്നവനാണ്. അവർ പരസ്പരം എന്താണ്? എന്നും മിത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ പരസ്പരം മിത്രങ്ങളായ നിങ്ങളോട് എപ്പോഴും ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളുമായി നിങ്ങൾ മൈത്രി ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. വലൻ യർലഅൻകൽ യഹൂദു വന്നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹും. ഖുർആൻ പറയുന്നു, നബിയെ, താങ്കളെക്കുറിച്ച് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒരിക്കലും സംതൃപ്തരാവുകയില്ല. ആരെപ്പറ്റി? നബിനെ പറ്റി, നബിൻ്റെ ദീനിനെ പറ്റി, നബി പഠിപ്പിച്ചെന്ന ഈ മാർഗത്തെപ്പറ്റി ഒരിക്കലും തൃപ്തി ഉണ്ടാവില്ല. എന്ത് എത്ര വരെയെന്നോ? അവരുടെ മാർഗം നിങ്ങൾ പിൻപറ്റുന്നത് വരെ. ഹത്താ തത്തബിഅ മില്ലതഹും, അവരുടെ മില്ലത്തിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ തൃപ്തിയായി. അങ്ങനെ വരി. ഏത് ക്രിസ്ത്യാനികളല്ലേ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്? ആ ക്രിസ്തുമസ് ആഘോഷിക്കല്ല നമ്മൾ ചെയ്യുന്നത്. നേരെ മറിച്ച് എന്താ ചെയ്യുന്നത്? അവിടെ സന്തോഷത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പങ്കുചേരുന്നു. ഒരു ക്രിസ്ത്യാനിയായ നമ്മുടെ ഒരു കൊളീഗ് അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകൻ മരണപ്പെട്ടാൽ അയാൾ ദുഃഖിക്കൂലേ? കുടുംബം ദുഃഖിക്കൂലേ? അത് നമ്മുടെയും ദുഃഖമാണ്. നമ്മൾ ആ ദുഃഖത്തിൽ എന്ത് ചെയ്യുന്നു? പങ്കുചേരുന്നു. അല്ല, അതുമായി ബന്ധപ്പെട്ട എല്ലാ ആരാധനകളിലും അല്ലെങ്കിൽ പോണോ മറ്റൊക്കെ പൂജകളിലൊന്നും നമ്മൾ സഹകരിക്കുന്നുണ്ടോ? എല്ലാം സഹകരിക്കാൻ പാടുമില്ല. കാരണം ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീന്,
നിങ്ങളുടെ ആരാധന, നിങ്ങളുടെ അനുഷ്ഠാനം, നിങ്ങളുടെ വിശ്വാസം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം, ഞങ്ങളുടെ അനുഷ്ഠാനം, ഞങ്ങളുടെ ദീന്, അത്രേ ഉള്ളൂ. മറ്റേത് സാമൂഹ്യമായ ഒരു സഹവർത്തിത്വം എന്ന നിലയ്ക്ക് എന്ത് ചെയ്യാം, അതിൽ നമുക്ക് സഹകരിക്കുന്നതിന് വിരോധമല്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുന്ന കാര്യം നോക്കുകയാണെങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽപക്കത്തുള്ള ജൂതന്മാർ കൊണ്ടുപോയി കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ തളിക റസൂൽ സ്വീകരിച്ചു തിന്നു. ആ ഭക്ഷണം ആര് കഴിക്കാറുണ്ടായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കാറുണ്ട്. അതാണ് വേദക്കാരൻ കൂടിയാണ് അവർ. ജൂതന്മാരും ക്രിസ്ത്യാനികളും നമ്മളുമായിട്ട് കുറച്ചും കൂടി അടുപ്പുള്ള ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് അവർ അഹ്ലു കിതാബ് എന്ന് അവരെ കുറിച്ച് ഖുർആൻ പറയുന്നത്? അവർ ശിർക്ക് ചെയ്യുന്നവരായിട്ട് മുശ്രിക്കുകൾ എന്ന് സംബോധന ചെയ്തിട്ടുള്ള ഖുർആൻ. ശിർക്ക് ചെയ്യുന്നില്ലേ? ഈസാ നബി അലൈഹി സ്വലാം ദൈവപുത്രനാണ് എന്ന് പറയുന്ന കാട്ടിൽ വലിയ ശിർക്ക് വേറുണ്ടോ? അള്ളാഹ് പറയുന്നില്ല യലിദ് വലം യൂലദ്. അള്ളാഹു പിറന്നുണ്ടായവനല്ല, അള്ളാഹു ആർക്കും ജന്മം നൽകിയിട്ടില്ല, അങ്ങനെയുള്ളവനല്ല അള്ളാഹ് എന്ന് അള്ളാഹുവിൻ്റെ ഏകദൈവത്വത്തെ സ്ഥാപിച്ചു. പിന്നെ ഖുർആനിൽ പറയുന്നപ്പോൾ അവർ പറയുന്നത് എന്താണ്? വക്കാലത്തിൽ നസാറ ഈസ ബിനുല്ല, ജൂതന്മാരോ ഉസൈർ ഇബ്നുല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് സന്തതി ഇല്ല എന്ന് പറയുന്നത് അതിനെക്കാട്ടും വലിയ ശിർക്കില്ലല്ലോ. അവർ ഖുർആൻ എന്ത് ചെയ്തിട്ടില്ല? മുശ്രിക്കുകൾ എന്ന് പറഞ്ഞിട്ടില്ല. സൂറ ബയ്യന ഓതി നോക്കി. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന. ആദ്യം പറഞ്ഞത് ലം അല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽ നിന്നും അവിശ്വസിച്ചവർ ആയിട്ടില്ല. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി, പിന്നെ ആരും ആയിട്ടില്ല. വൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾ പോലോ. മുശ്രിക്കീങ്ങൾ വേറെയാണ് പറഞ്ഞു, ഓരോ മുശ്രിക്കീങ്ങളെ പെടുത്താതെ. എന്തായിട്ടില്ല? മുൻഫഖീൻ, അവർ വേറിട്ട് പോകുന്നവരായിട്ടില്ല. ഹത്താ തഅതിയഹുമുൽ ബയ്യിന, വ്യക്തമായ തെളിവ് അവർക്ക് വന്നതിന് ശേഷമാണ് അവർ പിരിഞ്ഞു പോയത്. എന്താണ് വ്യക്തമായ തെളിവ്? റസൂലും മിനല്ലാഹി യത്ലു സുഹഫൻ മുതഹറ, പരിശുദ്ധമായ ഏടുകൾ അവർക്ക് ഓതിക്കൊടുക്കുന്ന അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ളൊരു തിരുദൂതനാകുന്ന തെളിവ് അവർക്ക് വന്നിട്ടും അവർ എന്ത് ചെയ്തു? ഈ സത്യത്തിൽ നിന്നും വിട്ടുപോയി. അപ്പോൾ ശിർക്ക് ചെയ്യുന്നുണ്ട്. ശിർക്ക് ചെയ്യുന്ന എല്ലാവരെയും മുശ്രിക്കീങ്ങൾ എന്ന് പറയണ്ട കേട്ടോ. ഇവിടെ ആണോ മുശ്രിക്ക് എന്ന് പറയണം? ശിർക്ക് ചെയ്യുന്നത് നമുക്ക് ഉറപ്പാണ്. അത്ര ആൾക്കാർ ശിർക്ക് ചെയ്യുന്നവർ നമ്മളെ കൂട്ടത്തിൽ കൂടെ അല്ലേ? അല്ലല്ലാത്ത ആൾക്കാരോട് ദുആ ചെയ്താൽ എന്തായി? ശിർക്കായി. അല്ലല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചാൽ എന്തായി? ശിർക്കായി. അപ്പോൾ അവർ ചെയ്യുന്നത് ശിർക്കാണ്. മനസ്സിലായല്ലോ? അവരെന്ത് വിളിച്ച് സംബോധന ചെയ്യണ്ട? മുശ്രിക്കുകൾ എന്ന് വിളിച്ച് നിങ്ങൾ സംബോധന ചെയ്യണം. ആ ഒരു മാന്യത എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. അത് ഖുർആൻ്റെ ഒരു ഇതാണ്, ഖുർആൻ്റെ ഒരു നിലപാട് കൂടിയായി നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത് നോക്കൂ. വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും. ഞാൻ രണ്ടാളെ പേര് ഇവിടെ പറഞ്ഞല്ലോ ക്ലാസ്സിൽ അല്ലേ? രണ്ടാളെ പേര് ക്ലാസ്സിൽ പറഞ്ഞില്ലേ? അതോടുകൂടി എല്ലാം മനസ്സിലായില്ലേ? ഇപ്പൊ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ രണ്ടാൾക്കാരെ, ഒന്നൊരു ജൂതനാണ്, ഒറിജിനൽ ജൂതനാണ്. അതിലും വലിയൊരു ജൂതഞ്ഞ് വരാനല്ലോ. അയാളിൽ ആ സമൂഹത്തിന്റെ മുഴുവൻ സ്വഭാവമുണ്ട്. മറ്റോ ക്രിസ്ത്യാനിയാണ്. അതാണ്. അപ്പൊ അതിൻ്റെ എല്ലാ സ്വഭാവവും അതിൽ കാണാൻ കഴിയും. അവർ തമ്മിൽ എന്താണ്? ബഅ്ദുഹും ഔലിയാഉ ബഅദ്. അവരുമായിട്ടാണ് നിങ്ങൾ ഈ ബന്ധുക്കളായി മൈത്രി ബന്ധം സ്ഥാപിച്ച് ഇടപാട് നടത്തുന്നത്. നിങ്ങളുടെ ഈ ഇടപാട് ശരിയല്ല. അപ്പം നമ്മളെ പരീക്ഷണങ്ങൾ എന്തുകൊണ്ടാണ്? പഠിച്ചോൻ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നമ്മൾ വലിച്ചെറിയുന്നത് കൊണ്ടാണ്. വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും. ഇനി ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പഠിച്ചോ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാണ്. വമൻ യതവല്ലഹു വമൻ യതവല്ലഹും മിൻകും, അല്ലേ? നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ അവരുമായി മൈത്രി ബന്ധം സ്ഥാപിച്ചാൽ
ഫഇന്നഹു അങ്ങനെ മൈത്രി ബന്ധം സ്ഥാപിക്കുന്ന ആള് ആരിൽപ്പെട്ടവനാണ്? മിൻഹും, ആൾ പോയിക്കോട്ടെ. ഫഇന്നഹു മിൻഹും, അവൻ അവരിൽപ്പെട്ടവനാണ്. എത്ര സീരിയസാ സംഗതി പറഞ്ഞു നോക്കി. അവരുമായി നിങ്ങളിൽ ആരെങ്കിലും മൈത്രി ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കണോ? വേണ്ട, അങ്ങോട്ട് പോയിക്കോളി. ഫഇന്നഹു മിൻഹും, നിശ്ചയം അവൻ അവരിൽപ്പെട്ടവരാകുന്നു. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളായ ആളുകളെ ഒരിക്കലും നേർവഴിയിലാക്കുകയില്ല. നേർവഴിയിലാകാൻ സന്നദ്ധരായ മനസ്സുള്ള, അതിന് താല്പര്യമുള്ള ആളുകൾ എവിടെയാകും? നേർവഴിയിലാകും. ദുൽമും അക്രമവും ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നേർവഴിയിലാക്കുകയില്ല. ഇന്ന, തീർച്ച, അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാവുകയില്ല എന്നാണ്. എന്നാ നോക്കൂ, ഫതറല്ലദീന ഫീ ഖുലൂബിഹിം മറദ്, നബിയെ നിങ്ങൾക്ക് കാണാം. ഫ എന്നാൽ തറ, നിങ്ങൾക്ക് കാണാം. ആരെ കാണാം? അല്ലദീന ഫീ ഖുലൂബിഹിം മറദ്, മനസ്സുകൾക്ക് രോഗം ബാധിച്ച ചില ആളുകളെ. മനസ്സുകൾക്ക് രോഗം ബാധിച്ചവരാരാ? മനോരോഗികളാ. കുതിരവട്ടത്തിലല്ല, അല്ല. ആരാ? മനസ്സിൽ രോഗം എന്ന് പറഞ്ഞ ആരെ കുറിച്ചാ? ഫീ ഖുലൂബിഹിം മറദും ഫസാദഹുമുല്ലാഹു മറദാ. ഇതാരാണ്? കപട വിശ്വാസികൾ, മുനാഫിക്കീങ്ങളായ ആളുകൾ. അപ്പോൾ അത്തരക്കാരായ ഹൃദയങ്ങളിൽ രോഗം ബാധിച്ച, മനസ്സുകൾക്ക് രോഗം ബാധിച്ച കപടന്മാരായ ആളുകളെ കാണാം. യുസാരിഊന ഫീഹിം, അവരുടെ കാര്യത്തിൽ അവർ എന്ത് ചെയ്യുന്നു? തിടുക്കം കൂട്ടും. സാറാ യുസാരി, സുറ സുറ പറയില്ലേ? സുറ എന്താ? വേഗം വേഗം വേഗം, തിരക്ക്, ധൃതി. സാറാ യുസാരി എന്ന തിരക്ക് കൂട്ടുന്നു, ധൃതി കൂട്ടുന്നു. സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, നമുക്ക് പഠിച്ചില്ലേ? അതിന് സാറാ. അവർ തിരക്ക് കൂട്ടുകയാണ്, അവർ തിടുക്കം കാണിക്കുകയാണ്, അവർ ധൃതി കൂട്ടുകയാണ്. ആരുടെ കാര്യത്തിൽ? ഇവരുടെ കാര്യത്തിൽ. എന്തുകൊണ്ടാണ് അവരുടെ കാര്യത്തിൽ ഇങ്ങനെ അവർക്ക് തിടുക്കം, ധൃതി? ഫീ ഖുലൂബിഹിം മറദ്, അവിടെ ഹൃദയങ്ങളിൽ എന്തുണ്ട്? കാപ്പട്യമാകുന്ന രോഗമുണ്ട്. അതുകൊണ്ടാണ് അവർ തിടുക്കം കാട്ടുന്നത്. അങ്ങനെ നിങ്ങൾക്ക് കാണാം നബിയെ. യഖൂലൂന, എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്നോ? നമ്മളിപ്പോൾ ഇങ്ങനെ ഒറ്റക്കുന്നത് ശരിയാവില്ല, എല്ലാവരും സഹായം നമുക്ക് വേണം. യഖൂലൂന, അവർ പറയുന്നു, നഖ്ശാ അൻ തുസീബനാ ദായിറ, ഞങ്ങൾക്ക് വല്ല ആപത്തും സംഭവിച്ചേക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. കേട്ടോ, നഖ്ശ, ഞങ്ങൾ ഭയപ്പെടുന്നു. ഇപ്പം ഇങ്ങനെ ഇറങ്ങിയ മാതിരി തോന്നുന്നുണ്ട് ആയത്തില്. ആയത്ത് ഇപ്പം ഇങ്ങനെ ഇറങ്ങിയ മാതിരി തോന്നുന്നുണ്ടോ? ഖുർആന്റെ ആയത്തിന്റെ പ്രത്യേകത അതാണ്. നമ്മളിങ്ങനെ അതിൻ്റെ ആശയത്തിലേക്ക് ഇങ്ങനെ ഊളിയിട്ട് ചെന്നാൽ ഇത് ഇപ്പോഴത്തെ സംഭവമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതാന്ന് തോന്നും. അപ്പോൾ ഈ തിരക്കൂട്ടുന്ന ആൾക്കാർ, ഓരോ കാര്യത്തിൽ ഇങ്ങനെ തിരക്കൂട്ടുന്ന ആൾക്കാർ അവർ പറയണെന്താ? നഖ്ശ, യഖൂലൂന നഖ്ശ അൻ തുസീബനാ ദായിറ. ദായിറത്ത് എന്ന് പറഞ്ഞാൽ മുസീബത്ത്. ദായിറത്ത്, ദാറയദൂർ പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി വരിക. മനുഷ്യൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന, ഒന്നാണ് കഴിഞ്ഞാൽ ഒന്നൊഴിയാതെ വേറെ ഒന്നിങ്ങനെ വരുന്ന സംഭവമല്ലേ? ഒരു പേർച്ചല്ല ഒന്നാണ് കഴിഞ്ഞാൽ വേറെ ഒന്നൊക്കെ സാധാരണ നമ്മൾ പറയില്ലേ? അതാണ് ഈ ദായിറ. ഇടയ്ക്കിടയ്ക്ക് ഇടാണ് മുസീബത്ത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മുസീബത്ത് വരുമോ എന്നുള്ള പേടിയാണ്. ഓലെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. യഖൂലൂന നഖ്ശ അൻ തുസീബനാ ദായിറ, മുസീബ എന്നർത്ഥം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുസീബത്ത് നമുക്ക് വന്ന് ഭവിക്കുമോ എന്ന് നമ്മൾ പേടിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ കേട്ടോ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അള്ളാഹുവിൻ്റെ
ദീനിൻ്റെ നിലപാടുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലപാടുകളായി സ്വീകരിച്ചാക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലാഹ് എന്ത് ചെയ്യും? അല്ലാഹു ആയേക്കാം ബിൽ ഫത്ഹ്, അല്ലാഹു നിങ്ങൾക്ക് പരിപൂർണമായ വിജയം നൽകിയേക്കാം. അത്താബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു, ഫത്ത് പറഞ്ഞാലോ വിജയം. നിങ്ങൾക്ക് അല്ലാഹ് വിജയം തരും. അങ്ങനെ വിശ്വാസികൾക്ക് വിജയം കൊടുത്തില്ലേ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിൻ്റെ സഹായം, അവൻ്റെ വിജയം നിങ്ങൾക്ക് വന്നാൽ, അങ്ങനെ വന്നു അല്ലേ? ഫത്ഹു മക്ക, മക്കയെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ജയിച്ചടക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആട്ടിയോടിച്ച സമൂഹമാണ്, ആട്ടിയോടിച്ച നാട്ടുകാരാണ്. അങ്ങോട്ട് തന്നെ റസൂലുള്ളാഹ് തിരിച്ചു വന്നു. ഒരിറ്റ് ചോര ചിന്താതെ ഒരു വലിയ രക്തരഹിത വിപ്ലവത്തിലൂടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എല്ലാവരും പഞ്ചപുച്ഛമടക്കി പ്രവാചകന്റെയും അനുചരന്മാരുടെയും മുമ്പിൽ വന്നു. അവനവൻ്റെ വീടുകളിൽ അഭയം തേടിയവർക്ക് എന്തില്ല? യാതൊരു പ്രതികാരവും അവരോട് എടുക്കുകയില്ല. പിന്നെ അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടിയവർക്കും പ്രതികാരമില്ല. ആ ദിവസത്തെക്കുറിച്ച് എന്തായിരിക്കും എന്ന് സംഭവിക്കുക എന്നത് അവരിൽ തന്നെ ചില ആളുകൾ പറഞ്ഞു, ഹാദാ യൗമുൽ മൽഹമ, ഇത് കശാപ്പിന്റെ ദിവസമാണ്. പോലും വരുന്നുണ്ട്, നമ്മളാകെയും ഇവിടെ ചോര ചിന്തി കൊന്നൊടുക്കും. അത്രമാത്രം നമ്മൾ ഓരോട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ റസൂൽ ഈ സംഗതി റസൂലിന്റെ ചെവിയിലെത്തിയപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളോട് യാതൊരു പ്രതികാരവുമില്ല. ഹാദാ യൗമുൽ മർഹമ, മറ്റേ ലഹമാണ്. ലഹം എന്താ? ഇറച്ചി. ഇതാ കൊടുക്കാൻ കണ്ടല്ലേ, തൂക്കിയിട്ടിട്ട് അങ്ങനെ കുറിക്കല്, അങ്ങനെ കശാപ്പാക്കുന്ന ദിവസം, റഹ്മത്ത് ചൊരിയുന്ന ദിവസമാണെന്നാ പറയുന്നത്. ഹാദാ യൗമുൽ മർഹമ. റസൂൽ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, അഖുൻ കരീം വബ്നു അഖിൻ കരീം, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മാന്യനായ തറവാടിയായ ഒരു വ്യക്തിയുടെ മാന്യനും തറവാടിയുമായ സന്തതിയാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവർ പറഞ്ഞു. അങ്ങനെ ഫത്ഹ്, അതാണ് ഇസ്ലാമിക വിജയം എന്ന് പറഞ്ഞത്. അത് വന്നാൽ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജനങ്ങൾ ഈ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി വരും. അങ്ങനെ ധാരാളം സ്ഥലത്ത് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ഇനി അടുത്ത് വരുന്ന ആയത്തിലാവും പറയുന്നുണ്ട്, ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി പഠിക്കാതെ വന്നവരുണ്ട്. അവരെന്ത് ചെയ്യണം? പിന്നെ കൃത്യമായി പഠിക്കണം. പഠിക്കാതെ വന്ന ആൾക്കാർ വേറെ ഏതെങ്കിലും ഒരു ഓളുണ്ടെങ്കിൽ അതിൽ എങ്ങോട്ടും പോകും അല്ലേ? അത് പോയ സംഗതി ഇനി അടുത്ത ആയത്തിൽ നമുക്ക് പഠിക്കാറില്ല. അപ്പോൾ ആളുകൾ മറ്റെന്താ, അന്ന് ഒരു കബീല, ഒരു ഗോത്രം, അതെല്ലാം അവിടുത്തെ സയ്യിദുൽ കബീല, അയാൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇസ്ലാം സ്വീകരിക്കും. പക്ഷെ അത് പഠിപ്പിക്കണം. ഇസ്ലാമിൻ്റെ ആരംഭം തുടങ്ങുന്നത് അറിവിൽ നിന്നാണ്. അള്ളാഹു അല്ലാതെ ആരാധനയില്ല എന്നിങ്ങനെ പറഞ്ഞാൽ മതിയോ? ഖുർആൻ എന്താ പറഞ്ഞു? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉൾക്കാഴ്ചയോടുകൂടി നീ ഗ്രഹിക്കണം എന്നാ പറയുന്നത്. എന്ത്? അള്ളാഹു അല്ലാതെ ആരാധനയില്ല. അങ്ങനെ കലിമ ചൊല്ലിങ്ങോട്ട് വരുന്നു. ചെല്ലണ കലിമ ചെല്ലിത്തരി മാപ്പിളയാണ്. അപ്പോൾ യാക്കും അറിയില്ലേ? അങ്ങനത്തെ അവസ്ഥക്കല്ല. അങ്ങനത്തെ ഇസ്ലാം, ആ ജിഹാദല്ല ഇസ്ലാം പറയുന്നത്. കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ടായിരിക്കണം ആരെ ഉൾക്കൊള്ളേണ്ടത്? സട്ടാവായ ഏകദൈവത്തെ ഉൾക്കൊള്ളേണ്ടത്. ഇവിടെ മെമ്പർഷിപ്പിന് കുറവില്ല. ഇവിടെ മെമ്പർഷിപ്പ് എണ്ണം കൂട്ടൊന്നും വേണ്ട. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവനവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് അല്ലേ? അതല്ല ഖുർആൻ പറയുന്നത്, ഫമൻ അബ്സറ ഫലിനഫ്സിഹി, ആരെങ്കിലും ആദർശത്തെ കുറിച്ച് ഉൾക്കാഴ്ചയുള്ളവനാകുകയാണെങ്കിൽ ആർക്ക് വേണ്ടി? ഫലിനഫ്സിഹി, അള്ളാഹ് നൽകിയ അനുഗ്രഹത്തിന് ആരെങ്കിലും നന്ദി കാണിക്കുകയാണെങ്കിൽ വമൻ ശകറ ഫലിനഫ്സിഹി, ഖുർആൻ അതാ പറയുന്നത്. ആർക്ക് വേണ്ടിയാണ്? അവനവന് വേണ്ടി.
വമൻ തസക്ക ഫഇന്നമാ യതസക്ക ലിനഫ്സിഹി വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി. ഇനി നോക്കൂ, വമൻ ജാഹദ ഫഇന്നമാ യുജാഹിദു ലിനഫ്സിഹി. ആർക്ക് വേണ്ടിയാണ്? അവനവനുണ്ട്, സ്വന്തം കാര്യം. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. നമ്മളെ രക്ഷപ്പെടുത്താൻ വേറെ ആരെങ്കിലും വരുമോ? ഇല്ല, നമ്മൾ തന്നെ വേണം. നമ്മളെ ഇരട്ടക്കാ മരിക്കുക, ഒറ്റക്കാ മരിക്കുക? ഒറ്റക്കല്ലേ മരിക്കുക. നമ്മൾ മരിക്കാൻ നേരത്ത് നിന്റെ കുടുംബം കൂടി ഇന്ത്യ കെട്ടിപ്പിടിച്ച് സംഗതി ശരിയാകുമോ? ഇല്ല, ഒറ്റക്ക് മരിക്കണം. ഒറ്റക്കാണ് നമ്മൾ ഖബറിൽ പോകേണ്ടത്. ഒറ്റക്കാണ് ഖബറിലെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത്. ഒറ്റക്കാണ് നിങ്ങൾ ഓരോരുത്തരും ഉയർത്തെഴുന്നേൽപ്പിക്കുക. അള്ളാഹിൻ്റെ മുമ്പിൽ വിചാരണക്ക് വിധേയനാക്കുന്നത് ഒറ്റക്ക്, ഫാമിലി അവിടെ അല്ല. അത് ഓരോരുത്തരും ചെയ്യേണ്ട ഒരു സംഗതിയായിട്ടാണ് ഖുർആൻ ഇത് പറഞ്ഞു തരുന്നത്. ഫത്ഹ് ഇത് ഫഅസല്ലാഹു അൻ യഅതിയ ബിൽ ഫത്ഹ് ഔ അംറിൻ മിൻ ഇൻദിഹി. അപ്പോൾ പൂർണ്ണ വിജയം അള്ളാഹു നമുക്ക് നൽകും, അവൻ്റെ പക്കൽ നിന്ന് കിട്ടും. അല്ലെങ്കിലോ അവൻ്റെ അരികിൽ നിന്ന് എന്തെങ്കിലും ഒരു അംറ്, എന്തെങ്കിലും ഒരു നടപടി ഈ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. അപ്പോൾ എന്തൊക്കെയുണ്ട്? രണ്ട് കാര്യം ഇവിടെ പറയുന്നത്. ഒന്ന്, അൻ യഅതിയ ബിൽ ഫത്ഹ്, അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ള പൂർണ്ണ വിജയം അവൻ നൽകും, അത് കൊണ്ടുവരും. ഔ അംറിൻ മിൻ ഇൻദിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ള മറ്റെന്തെങ്കിലും അംറ്, നടപടിക്രമങ്ങൾ ഉണ്ടാകും. കേട്ടോ? അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ? ഫയുസ്ബിഹു അലാ മാ അസറു ഫീ അൻഫുസിഹിം നാദിമീൻ. അപ്പോൾ അവർ, ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയില്ലേ ആൾക്കാർ, മനസ്സിൽ രോഗമുണ്ട് എന്ന് പറഞ്ഞില്ലേ, അവർ ആയിത്തീരും. അലാമ അസറു ഫി അൻഫുസിഹിം, അവിടെ മനസ്സുകളിൽ ഒളിപ്പിച്ചു വച്ച ഈ കാര്യങ്ങളെക്കുറിച്ച് അവർ നാദിമീൻ, അവർ ഖേദിക്കുന്നവരായിത്തീരും. തങ്ങളുടെ മനസ്സുകളിൽ രഹസ്യമാക്കി വെച്ചതിനെപ്പറ്റി ഈ കൂട്ടർ ഖേദിക്കുന്ന ഒരവസ്ഥയുണ്ടായിത്തീരും. ഓ, അങ്ങനെ നമ്മൾ ചെയ്യേണ്ടിയില്ലായിരുന്നു, അങ്ങനെ വേണ്ടിയില്ലായിരുന്നു. അള്ളാഹ് വിജയം തന്നില്ലേ അല്ലേ? അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ അള്ളൊരു തീരുമാനമാക്കി തന്നില്ലേ? ഇതൊക്കെ അള്ളാഹ് തരുമെന്ന് വാഗ്ദാനം ചെയ്ത കാര്യമാണ്. നമ്മൾ ഇതിനൊക്കെ എന്ത് ചെയ്തു? അവഗണിച്ചു. നമ്മൾ അള്ളാഹ് പറഞ്ഞതിനപ്പുറത്തേക്ക് എന്ത് ചെയ്തു? വിചാരിക്കുകയും ആലോചിക്കുകയും ചിന്തിക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു. ആയത്ത് കൃത്യമാണല്ലോ, ഒന്ന് ഓതി നോക്കൂ. فَتَرَى الَّذِينَ فِي قُلُوبِهِم مَّرَضٌ يُسَارِعُونَ فِيهِمْ يَقُولُونَ نَخْشَىٰ أَن تُصِيبَنَا دَائِرَةٌ فَعَسَى اللَّهُ أَن يَأْتِيَ بِالْفَتْحِ أَوْ أَمْرٍ مِّنْ عِندِهِ فَيُصْبِحُوا عَلَىٰ مَا أَسَرُّوا فِي അൻഫുസിഹിം നാദിമീൻ. നദിമ എന്ന് പറഞ്ഞാൽ എന്താ? ഖേദിച്ചു. നദം എന്ന് പറഞ്ഞാൽ ഖേദം. നാദിമൂൻ, നാദിമീൻ എന്ന് പറഞ്ഞാൽ ഖേദിക്കുന്നവർ. അടുത്തായിട്ട് നോക്കൂ. വയഖൂലു الذين آمنوا أهؤلاء الذين أقسموا بالله جهد أيمانهم إنهم لمعكم حبطت أعمالهم فأصبحوا خاسرين. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ വയഖൂലു الذين آمنوا, സത്യവിശ്വാസികളായ ആളുകൾ പറയും, അഹാഉലായി, ഈ കൂട്ടരാണോ? കേട്ടോ, ഇവർ തന്നെയാണോ? ആര്? ഈ ഹൃദയങ്ങളിൽ രോഗം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ടീമില്ലേ, അവരെ കുറിച്ച് വിശ്വാസികൾ പറയാണ്. വയഖൂലുൽ ലദീന ആമനൂ, അപ്പോൾ വിശ്വാസികൾ പറയും, അഹാഉലാഇൽ ലദീന അഖ്സമൂ ബില്ലാഹി ജഹ്ദ അയ്മാനിഹിം ഇന്നഹും ലമഅക്കും. ഇന്നഹും ലമഅക്കും, അവർ നിങ്ങളുടെ കൂടെ തന്നെയാണ്. അപ്പോൾ തങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണെന്ന് പറഞ്ഞ ആ കൂട്ടർ,
എന്താണ് അവർ പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളൊപ്പം തന്നെയാണ്. അപ്പോൾ മുനാഫിക്കുകൾ അതല്ല പറഞ്ഞിരുന്നത്, നിങ്ങൾ വേറെയാണോ പറഞ്ഞത്? അവർക്ക് ആവശ്യം വരുമ്പോൾ എന്ത് പറയും? ഞങ്ങൾ നിങ്ങളൊപ്പം തന്നെയാണെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞവർ അല്ലദീന വയഖൂലുല്ലദീന ആമനു, സത്യവിശ്വാസികളോട് അവർ പറയും, സത്യവിശ്വാസികൾ പറയും, അഹാഉലാഇല്ലദീന അഖ്സമു ബില്ലാഹി ജഹദ ഐമാനിഹിം ഇന്നഹും ലമഅക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ് എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ ശപഥം ചെയ്ത് പറഞ്ഞവർ. അഖ്സമ ബില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരിൽ, ഖസം എന്ന് പറഞ്ഞാൽ എന്താ? സത്യം. ലാ ഉഖ്സിം എന്നൊക്കെ പറഞ്ഞില്ലേ, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ലാ ഉഖ്സിമു ബി യൗമിൽ ഖിയാമ. അഖ്സമ യുഖ്സിമു, ഖസം എന്ന് പറഞ്ഞാൽ സത്യം ചെയ്തു. അഖ്സമു ബില്ലാ, അതും എങ്ങനെയാണ് അവർ പറഞ്ഞത്? ജഹദ ഐമാനിഹിം, തങ്ങളുടെ ബലമായ സത്യം. ജഹദ ഐമാൻ, ഐമാനും എന്ന് പറഞ്ഞാൽ എന്തന്നെയാണ്? യമീൻ ഐമാൻ എന്ന് പറഞ്ഞാൽ സത്യം. അപ്പോൾ ജഹദ ഐമാൻ എന്ന് പറഞ്ഞാൽ ബലമായ സത്യം. അങ്ങനെ ബലമായി അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തു പറഞ്ഞ ആളുകൾ ഇവർ തന്നെയാണോ എന്ന് ആര് ചോദിക്കും? സത്യവിശ്വാസികൾ ചോദിക്കും. എന്താ അവർ സത്യം ചെയ്ത് പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളൊപ്പം തന്നെയാണ്. വെറുതെ പറഞ്ഞാണോ? അള്ളാഹിൻ്റെ പേരിൽ ബലമായി സത്യം ചെയ്ത് ഞങ്ങൾ നിങ്ങളൊപ്പം തന്നെയാണ് എന്ന് പറഞ്ഞ ഇവർ തന്നെയാണോ ഇത് എന്നാര് ചോദിക്കും? സത്യവിശ്വാസികൾ ചോദിക്കും. അത്ര സത്യവിശ്വാസികളെ കൈയൊഴിഞ്ഞുകൊണ്ടുള്ള ഒരവസ്ഥയായിരിക്കുന്നു. ഇത് സൂറത്ത് തൗബയിലെ 56-ാമത്തെ ആയത്തിൽ വേറൊരു രീതിയിൽ അല്ലാഹു പറയുന്നുണ്ട്, വയഹ്ലിഫൂന ബില്ലാഹ്, അള്ളാഹുവിൻ്റെ പേരിൽ അവർ സത്യം ചെയ്യുന്നു. എന്താ പറയുന്നത്? ഇന്നഹു ലമിൻകും, അവർ നിങ്ങളിൽപ്പെട്ടവർ തന്നെയാണെന്ന് അള്ളാഹിൻ്റെ പേരിൽ സത്യം ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, വമാഹും മിൻകും, അവർ നിങ്ങളിൽപ്പെട്ടവരല്ല കേട്ടോ. വമാഹും മിൻകും, അവർ നിങ്ങളിൽപ്പെട്ടവരല്ല. വലാകിന്നഹും ഖൗമുൻ യഫ്റഖൂൻ, പക്ഷേ അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള ഒരു വിഭാഗമാകുന്നു എന്ന് അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. ഇത്തരം ആളുകൾ അപ്പോൾ മനസ്സിൽ കാപ്പട്യം, പ്രവർത്തനത്തിൽ കപടത, വഞ്ചന, ചതി, കരാർ ലംഘനം, ഇതൊക്കെ കാപ്പട്യത്തിൻ്റെ അടയാളമായിട്ട് പറഞ്ഞിട്ടില്ലേ? കളവ് പറയാം. ഇതാ ആയത്തുൽ മുനാഫിക്ക് പറഞ്ഞിട്ടില്ലേ? സലാസും പറഞ്ഞിട്ട് അർബവും പറഞ്ഞിട്ടുണ്ട്. ഈ ടീമിൻ്റെ അടുത്ത് ഈ 4 ഗുണപ്പം തന്നെ കാണാൻ കഴിയും. കരാർ ഒപ്പിട്ട് അറിയാം കേട്ടോ, കരാർ പാറിയാണ് അല്ലേ? ഇനി വെടി നിർത്തി എന്ന് പറഞ്ഞാൽ അപ്പോഴായിരിക്കും ഹോസ്പിറ്റലിൽ ബോംബിടുക. ഇതാണ് നിഫാഖിൻ്റെ സ്വഭാവമാണ്. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയും. വൈദാ വഅദ അഖ്ലഫ, കരാറിൽ ഏർപ്പെട്ടാൽ ലംഘിക്കുക. വൈദ ഉത്തുമിന ഖാന, വിശ്വസിച്ചേൽപ്പിച്ചാൽ വഞ്ചിക്കുക. വൈദ ഖാസമ ഫജറ, പിണങ്ങിയാലോ തെറി പറയാം. പൂർണ്ണമായില്ല, 3 1 4. ഇത്തരം ടീമാണ് ഇവര്. അപ്പോൾ ഇതെന്തിനാ പഠിച്ചോ നമുക്ക് പറഞ്ഞിരുന്നത്? ജുമാക്ക് ആയത്ത് സൂറത്തുൽ മുനാഫിക്കും ഓതാൻ പറഞ്ഞിട്ടില്ല നമ്മളോട്. ജുമാക്ക് സൂറത്തുൽ മുനാഫിക്ക് വെള്ളിയാഴ്ച നിങ്ങളൊന്ന് ഓതിക്കോളി എന്ന് പറയുന്നതിനാണ്. ആ സ്വഭാവങ്ങൾ ഒരിക്കലും നമ്മളുടെ മനസ്സിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാനാണ്. മുനാഫിക്കീങ്ങളെ കുറിച്ചുള്ള ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ്. അതൊരിക്കലും നമ്മുടെ സ്വഭാവശീലങ്ങളിലേക്കോ സംസ്കാരത്തിലേക്കോ കടന്നു വരാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നോക്കൂ, ഹബിതത് അഅമാലുഹും, അവരുടെ കർമ്മങ്ങളെല്ലാം തന്നെ നിഷ്ഫലമായി പോയിരിക്കുന്നു. ഹബിത എന്ന് പറയുന്നത് ബാത്തിലായിപ്പോയി, നിഷ്ഫലമായിപ്പോയി, ഫലശൂന്യമായിപ്പോയി. ഹബിതത് അഅമാലുഹും,
വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അവിടെയും പറഞ്ഞിട്ടുണ്ട് നബിയെ നിങ്ങൾക്ക് വഹി നൽകിയിട്ട് വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക, നിങ്ങൾക്ക് മുമ്പുള്ള സകലമാന പ്രവാചകന്മാർക്കും അല്ലാഹു വഹി നൽകിയത് എന്താണ്? ലൈൻ അശ്റക്ത, നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, അമല് പൊളിഞ്ഞു പോകും, ഫലശൂന്യമാകും. അമൽ കൊണ്ട് പിന്നെ ഒരു കാര്യമില്ല. ശിർക്ക് ചെയ്ത് അമൽ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് മുശ്രിക്കുകളുടെ അമലിന് എന്തില്ല, അള്ളാഹു അത് സ്വീകരിക്കുകയില്ല എന്ന് പറയുന്നത്. അവരുടെ പ്രാർത്ഥനക്ക് അള്ളാഹു കേൾക്കുകയില്ല, ഉത്തരം നൽകിയില്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ ഹബിത്തത്ത് അഅ്മാലുഹും, അമല് പൊളിഞ്ഞു പോയാൽ, അവിടെ കർമ്മങ്ങൾ നിഷ്ഫലമായാൽ പിന്നെ അവരുടെ അവസ്ഥ എന്തായി? ഫസ്ബഹു ഖാസിരീൻ, അവർ നഷ്ടക്കാരായി മാറി, പരലോകത്ത് നഷ്ടക്കാരായി മാറി. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് പരലോകത്തുള്ള നഷ്ടമാണ് ഏറ്റവും വലിയ നഷ്ടം. ഇവിടെ കച്ചവടത്തിൽ നഷ്ടം പറ്റിയെന്ന് വിചാരിച്ചോളി, നമുക്ക് കഴിയും, സമയവും ആരോഗ്യം ഉണ്ടെങ്കിൽ ലാഭം ഉണ്ടാക്കിക്കൂടെ അല്ലേ? കച്ചവടത്തിൽ നഷ്ടമൊക്കെ പറ്റും, ലാഭം നഷ്ടം ഉണ്ടാവും കച്ചവടത്തിൽ. ദുനിയാവത്തെ, പരലോകത്തെ ചാൻസ് ഉണ്ടോ? ഇല്ല. അതാണ് ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആയത്തൊന്ന് നോക്കി നോക്കൂ, അവസാനത്തെ ആയത്ത്. വയഖൂലുല്ലദീന ആമനൂ അഹാഉലാഇല്ലദീന അഖ്സമൂ ബില്ലാഹി ജഹദ അയ്മാനിഹിം ഇന്നഹും ലമഅകും ഹബിതത് അഅ്മാലുഹും ഫഅസ്ബഹൂ ഖാസിരീൻ. അങ്ങനെ അവർ നഷ്ടക്കാരിൽ പെട്ടുപോയി. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കുറച്ചാളുകൾ എന്ത് ചെയ്തു, ഇസ്ലാമിലേക്ക് ഇങ്ങനെ ഇതാ നസ്റുല്ലാഹിൽ ഫത്ത് എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായില്ലേ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യയാത്രയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്സുകൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി. നബി മരിച്ചാൽ ഇപ്പോൾ ഇസ്ലാം അതോടുകൂടി എന്ത് ചെയ്തു, കഴിഞ്ഞു എന്ന് വിചാരിച്ച ആൾക്കാരുണ്ടായി. അപ്പോൾ ഖുർആൻ മുഴുവൻ മനസ്സിലായിട്ടുണ്ടാവില്ല കേട്ടോ. മാത്രമല്ല, ചില ആൾക്കാർക്ക് ഒരു പൂതി, ഒരു നേതാവ് ഇങ്ങനെ ഒഴിവാകുമ്പോൾ എന്താകാം, ഒരു നേതാവാകാം. അപ്പോൾ നബി പോയി ഞാനാണ് നബി, അങ്ങനെയാണ് നബിത്വം വാദിച്ച ആളുകളുണ്ടായി, പ്രവാചകത്വം വാദിച്ചു വന്ന കുറേ ആൾക്കാരുണ്ടായി. മാത്രമല്ല, ചില ആൾക്കാർ പറഞ്ഞു നബി മരിച്ചാൽ ഇപ്പം ഇതിനെ സക്കാത്ത് കൊടുക്കണം, നിസ്കാരം ഓക്കെ, നിസ്കരിച്ചാൽ ചിലവില്ലല്ലോ, 5 നേരം കയ്യും കാലും കഴുകി ദുഃഖവും സുജൂദും അല്ലേ, അതിന് ചിലവില്ല, ഞങ്ങൾ ഇനി എന്ത് ചെയ്യൂല, ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ആരാണ് ഖലീഫ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം അനുഭവിച്ച ഒരു വലിയ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നമായിരുന്നു ഏത്? ഇത് ഇത്തരക്കാരായ ആളുകളെ ഒതുക്കുക എന്നുള്ളത്. അത് സമൂഹത്തിൽ വല്ലാത്ത ഫിത്തനയും ഫസാദും ഉണ്ടാക്കും അല്ലേ? ഫിത്തിന എന്നുള്ളത് ശരിക്ക് കൊലപാതകത്തെക്കാൾ വലിയ കാര്യമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അൽ ഫിത്തിനത്തു അശദ്ദു മിനൽ ഖത്ൽ എന്നാണ്. സമൂഹത്തിൽ ഇതേപോലുള്ള ഫിത്തനയും കുഴപ്പവും ഫസാദും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ളത്. അപ്പോൾ അതിനെ അതിശക്തമായി ആര് നേരിട്ടു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരിട്ടു. ആ സംഭവമാണ് ഇനി അടുത്തുള്ള ആയത്തിൽ വിശദീകരിക്കുന്നത്. ഇത് വിശദീകരിച്ചും തുടങ്ങാൻ ഇനി നേരമില്ല, അത് അടുത്ത ക്ലാസ്സിൽ ആദ്യത്തിലാക്കാം. കുറച്ചധികം വിശദീകരിക്കേണ്ട ഒരു സംഗതിയും കൂടിയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെറുതും വലുതുമായി രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയ ധാരാളം തെറ്റുകൾ വന്നുപോയിട്ടുണ്ട്. റഹ്മാനെ, നിന്റെ കാരുണ്യം കൊണ്ട് കൃപ കൊണ്ട് അതൊക്കെ ഞങ്ങൾക്ക് നീ പുറത്തും മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കണമേ.
ഞങ്ങളുടെ ഇണകളിലൂടെയും മക്കളിലൂടെയും ഞങ്ങൾക്ക് നീ കൺകുളിർമ സമാധാനവും പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതായോധനത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളിലും, ഞങ്ങളുടെ കച്ചവടങ്ങളിലും, കൃഷിയിലും, ഞങ്ങളുടെ തൊഴിലിലും, ഞങ്ങളുടെ എല്ലാ ഏർപ്പാടുകളിലും നിന്റെ റഹ്മത്തും ബർക്കത്തും ഞങ്ങൾക്ക് നീ ചൊരിഞ്ഞു തരണമേ. സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.